വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടായതിനെ തുടർന്ന് 7 വയസ്സുകാരി ആശുപത്രിയിൽ. കൊല്ലം സ്വദേശിനിയായ കുട്ടിയെ 1 മാസം മുമ്പാണ് നായ കടിച്ചത്. പേവിഷബാധയ്ക്കുള്ള വാക്സിന്റെ അവസാനത്തെ ഡോസ് എടുക്കും മുന്നേ പനി തുടങ്ങിയിരുന്നു. കുട്ടി തിരുവനന്തപുരത്ത് SITയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സുനിഷ, നേരത്തെ സമാനമായ രീതിയിൽ ഒരു കുഞ്ഞിന്റെ മരണം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ്. ഇപ്പോഴിതാ വീണ്ടും വാക്സിൻ എടുത്തിട്ടും ഒരു കുട്ടിക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങളാണ് അല്ലേ? അത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ സുനിഷ? അരുൺ, ഉറപ്പായിട്ടും മലപ്പുറത്ത് 5 വയസ്സുകാരി മരിച്ചത് നമ്മൾ കുറച്ചു ദിവസം മുമ്പാണ് കേട്ടത്. അതിന് പിന്നാലെ ഇതാ വീണ്ടും ഒരു പേവിഷബാധ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശിനിയായ 7 വയസ്സുകാരിക്കാണ് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ 12-നാണ് പെൺകുട്ടിയെ ഈ നായ കടിക്കുന്നത്. ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ താറാവിനെ ഓടിച്ചെത്തിയ ഒരു നായ ഈ കൈമുട്ടിന് കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. ഉടൻ തന്നെ പട്ടി കടിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലെത്തി IDRV ഡോസ് എടുക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ആന്റിറാബിസ് സിറവും ഈ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRV നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മെയ് 6-ന് ഒരു ഡോസ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇനി അടുത്തൊരു ദിവസം 2-3 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഡോസ് എടുക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഏപ്രിൽ 28 കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് പനി വരുന്നത്. പനി ബാധിച്ച് പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് അന്ന് കടിച്ചതിന് ശേഷം പിന്നീട് ഈ മരുന്നുകളൊക്കെ നൽകിയത് കൊണ്ട് തന്നെ ഈ ആരും തന്നെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. സ്വാഭാവികമായും മരുന്നുകൾ നൽകിയിട്ടുണ്ട്, ഇനി മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നീട് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ്. കൃത്യമായി തന്നെ ഓരോ ഇടവേളകളിൽ ഡോസ് എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മെയ് 6-നാണ് ഇനി എടുക്കാനുള്ളത്. പക്ഷേ അതിനിടയിൽ പനി ബാധിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പെൺകുട്ടിയെ മാറ്റിയിരിക്കുന്നത് എന്നതാണ്. നിലവിൽ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നായ കടിച്ചതിന് ശേഷം എങ്ങോട്ട് പോയി അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ്. കാരണം പിന്നീട് ഈ ചികിത്സയൊക്കെ തേടിയതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ആ ദിവസം ഏപ്രിൽ 12 കഴിഞ്ഞ് 1 മാസം പിന്നീടാറായി. അതുകൊണ്ട് തന്നെ കാര്യമായി ഇനി ഒന്നും തന്നെ സംഭവിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നില്ല എന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മറ്റാരെങ്കിലും ഈ നായ കടിച്ചിട്ടുണ്ടോ, ഇത് എങ്ങോട്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് നിലവിൽ ഇപ്പോൾ SIT ആശുപത്രിയിൽ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, ഇതിൽ സുനിഷ അറിയേണ്ടത് ഏപ്രിൽ 8-ാം തീയതിയാണ് നായ കടിക്കുന്നത്. അന്ന് തന്നെ IDRV ഡോസ് എടുത്തു, അന്നു തന്നെ ആന്റിറാബിസ് സിറവും നൽകിയിരുന്നു. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളിൽ പിന്നീട് പേവിഷബാധ ഏൽക്കാനുള്ള സാഹചര്യം കുറവാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഇനി ഒരു ഡോസ് കൂടി മാത്രം ബാക്കി നിൽക്കെ ഇതിനിടയിൽ പേവിഷബാധ ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലെന്തോ സംഭവിക്കുന്നുണ്ട്. നേരത്തെ മലപ്പുറത്ത് സംഭവിച്ചതിന് സമാനമായ സാഹചര്യമാണ് ഇവിടെയും അല്ലേ? ഉറപ്പായിട്ടും അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. നേരത്തെ നമ്മൾ ഈ മലപ്പുറത്ത് 5 വയസ്സുകാരി മരിച്ചപ്പോൾ തന്നെ ആരോഗ്യ വകുപ്പിനോടും മൃഗസംരക്ഷണ വകുപ്പുകാരോടും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മരുന്നുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ ഡോസ് നൽകിയിട്ടും അല്ലെങ്കിൽ മരുന്നുകൾ നൽകിയിട്ടും വീണ്ടും പേവിഷബാധ വരുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് വീഴ്ച പറ്റുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. മറ്റു രോഗങ്ങൾക്ക് ഗുളിക കഴിക്കുന്നവരാണോ കുട്ടികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധന വിധേയമാക്കണമെന്ന് പറഞ്ഞതുമാണ്. അതിനിടയിലാണ് എന്താണ് ഈ മരുന്നുകളൊക്കെ നൽകിയിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുകയും ചെയ്തത്. പക്ഷേ സമാനമായി തന്നെയാണ് ഇപ്പോഴും ഈ സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അരുൺ പറഞ്ഞതുപോലെ ഏപ്രിൽ 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നായ കടിക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുന്നു. ആദ്യത്തെ IDRV നൽകുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ ആന്റിറാബിസ് സിറം നൽകുന്നു. പിന്നീട് 3 തവണ IDRV നൽകി എന്നുള്ളതാണ്. ഏപ്രിൽ 28-നാണ് പിന്നീട് പെൺകുട്ടിക്ക് പനി വരുന്നത്. പക്ഷേ മെയ് 6-നാണ് ഇനി അവസാന ഡോസ് നൽകാനുമുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും ഈ മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നായ കടിച്ചാൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്ത് ഈ 5 വയസ്സുകാരി മരിച്ചതിന് ശേഷമായിരുന്നു കൂടുതൽ ആളുകളെ പരിശോധിക്കുകയും പിന്നീട് ഇത് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ആ തരത്തിലായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അന്ന് ഈ 5 വയസ്സുകാരിയെ കടിച്ചപ്പോൾ തന്നെ മറ്റാരെയൊക്കെ കടിച്ചിട്ടുണ്ട് എന്നതിലടക്കം ഒരു വ്യക്തതയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഈ നായ എങ്ങോട്ട് പോയി, ആരെയൊക്കെ കടിച്ചിട്ടുണ്ട് എന്നതിലൊന്നും ഒരു വ്യക്തതയില്ലാത്തതും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ഏതായാലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നായ കടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ IDRV ഡോസ് എടുക്കുക. പക്ഷേ ഇപ്പോൾ IDRV ഡോസ് എടുത്തിട്ടും വാക്സിൻ സിറം നൽകിയിട്ടും ഇപ്പോൾ പേവിഷബാധ ഈ കുട്ടികളിൽ കാണുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. മലപ്പുറത്തെ കുഞ്ഞിനെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ കുഞ്ഞ് ഇപ്പോൾ പേവിഷ
പേവിഷബാധയാണ്. പനി വന്നപ്പോഴാണ് കുഞ്ഞിന് പേവിഷബാധ ഏറ്റിരിക്കുന്നു എന്ന വിവരം കൂടി നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വൈകിപ്പിക്കരുത്. ഇവിടെ വൈകിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആൻറ്റി റാബീസ് വാക്സിൻ ഫലപ്രദമാകുന്നില്ലേ പല കുട്ടികളിലും എന്നുള്ള സംശയം ഇവിടെ ഉണ്ടാകുന്നു. അതെന്താണ് അതിനുള്ള മറുപടി ഔദ്യോഗികമായി തന്നെ ലഭിക്കണം. ഇതൊരു കേസല്ല, രണ്ടാമത്തെ കേസും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കൊല്ലത്ത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങളെ പരമാവധി ഇത്തരം അരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ വിടാതിരിക്കുക. ഇതൊന്നുമല്ല, ഇത് വീട്ടിലേക്ക് തന്നെ നായ കയറി വന്ന് കടിച്ച കേസാണ് കൊല്ലത്ത് ഈ വിളക്കുടിയിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേവിഷബാധയ്ക്കുള്ള ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ വരുന്നു എന്ന രണ്ടാമത്തെ വാർത്ത നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഒരു കേസ് വരുമ്പോൾ അതൊരു എക്സെപ്ഷൻ കേസായിട്ട് പരിഗണിക്കാം. ഇത് രണ്ടാമത്തെ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൊല്ലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ശാസ്ത്രീയ ഔദ്യോഗിക വിശദീകരണം വന്നതിന് ശേഷം മാത്രമേ അതിനകത്തൊരു തീരുമാനമുണ്ടാവൂ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൽ. പക്ഷേ അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് പരിശോധിക്കേണ്ടതുണ്ട്.